അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഞാനും ഡോംസിൻ്റെ ബ്രഷ് പെന്ന് വാങ്ങിയിട്ടുണ്ട്. പേസ്റ്റൽ കളറാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ കുറേ ദിവസം വിചാരിക്കുന്നു നോട്ട് പാഡ് ചെയ്യണം എന്നുള്ളത്. സോ അതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. 2 A4 സൈസ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതെന്തിനാണ് ഇങ്ങനെ മടക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെൻസിലും സ്കെയിലൊക്കെ എടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതിനെക്കാട്ടും നമുക്ക് ഈസിയാണ് ഇങ്ങനെ മടക്കുന്ന സമയത്ത്. നമുക്ക് പിന്നെ ആ ഒരു മാർക്കിൻ്റെ ഇതിൽ കട്ട് ചെയ്തെടുക്കേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് പിങ്കിൽ. പിന്നെ ഒരു പർപ്പിളിൽ കുറേ ആലോചിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത്. ലാസ്റ്റ് ഒരു ഓവൽ ഷേപ്പ് വരച്ചു കൊടുത്തു. ആൻഡ് ഇതിൽ ഞാൻ ടു ഡു ലിസ്റ്റ് എന്ന് എഴുതിയിട്ട് ഡോട്ടിട്ട് ഇങ്ങനെ ലൈൻസ് വരച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ലൈൻസ് മാത്രം ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു കട്ട് ചെയ്യുന്ന പോർഷനാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പെൻസിലിൻ്റെ മാർക്കൊന്നും അവിടെ ഉണ്ടാവും ചെയ്യില്ല. അപ്പോൾ സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഓവർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പിങ്ക് ഒരു പർപ്പിൾ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നോട്ട് പാഡായിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഓരോന്നായിട്ട് പറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും